നമുക്ക് ആ ചോദ്യം പറഞ്ഞു യഹോവ ദൂതനാണ്, അശേര ആരാണ്? അശേര എന്ന് പറയുന്ന പിന്നെ എന്നാ പറഞ്ഞു ഒരു ഇസ്രായേലിനെ നല്ല രീതിയിൽ നയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൂതനും, ഈ യഹോവ എന്ന് പറയുന്നത് ദൂതൻ അവര് സ്ത്രീയല്ലേ? പഴയ അവര് പാമ്പായിട്ടുള്ള സ്ത്രീയല്ലേ? ദൂതനും. അവര് സ്ത്രീയല്ലേ? അശേര അശേര ഒരു ദേവതയാ, അത് ദേവന. ആ സ്ത്രീന്ന് പേരെന്നേ ഉള്ളന്നേ, ഇതെല്ലാം ദൂതന്മാരല്ലേ. അപ്പൊ അപ്പൊ ആണല്ലേ, ആളാണ്, ആ പേര് ദൂതന്റെ കൊണ്ടിന്റെ അതേ ഭാര്യയാണ് ഉള്ളൂ. ദേവത. കത്തോലിക്ക സാറേ സഭയിലുണ്ടല്ലോ ഞാനേ അശേര നമുക്ക് ചോദ്യം പ്രതിഷ്ഠകള്. പറഞ്ഞു. അല്ല, ഞങ്ങളുടെ സാറേ ചോദ്യം കത്തോലിക്ക പറഞ്ഞു. സഭയിൽ അക്ഷേര പ്രതിഷ്ഠകളുണ്ടല്ലോ, പഴയ നിയമത്തിലുള്ള ഈ അക്ഷേരയുടെ പിന്നെ പ്രതിഷ്ഠകൾ എന്ന് പറയുന്ന ആ അക്ഷേരയുടെ പിന്തുടർച്ചയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ പറയുന്ന ഗ്രോട്ടോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ എനിക്കൊരു 2 ചോദ്യം ചോദിക്കാനൊരു സമയം തരണേ. ഇത് സമ്മതിക്കല്ലേ, എല്ലാരും കൂടെ കൊല്ലാൻ വരുവാണോ? ഞാൻ ഇറങ്ങുക. ഞാൻ അവിടെ നിന്ന് സഹിക്കാൻ വേണ്ട ഇങ്ങോട്ട് വന്നു. സാജനെ, ഫാത്തിമ നിങ്ങള് ബീബി അക്ഷരയ്ക്ക് എന്റെ വേണ്ടിയാണ്. ഒരു ചോദ്യം ഇടയ്ക്ക് ഞാൻ ചോദിക്കാൻ തുടങ്ങുമ്പോൾ 1000 പേർ ചോദിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെ നിൽക്കുന്നു? ഞാൻ പെട്ടെന്ന് ഇറങ്ങിയേക്കാം. സാജന, അയ്യോ, നിങ്ങളുടെ ഇറങ്ങല്ലേ. കത്തോലിക്ക പള്ളിയിൽ ഇരിക്കുന്ന ഏതെങ്കിലും പ്രതീക്ഷകളിൽ അശേര പ്രതിഷ്ഠ ഇരിപ്പുണ്ടോ ഇപ്പോ? ഈ പഴയ നിയമത്തിലെ അക്ഷേര പ്രതിഷ്ഠ എന്ന് പറയുന്നത് പഴയ പുതിയ നിയമത്തിലെ കാര്യം ഞാൻ ചോദിക്കുന്നില്ല. നിലവിൽ നിങ്ങളുടെ കാത്തലിക് ചർച്ചിലെ നിങ്ങളുടെ പള്ളിയിൽ അശേര പ്രതിഷ്ഠ ഇരിപ്പുണ്ടോ? ഞാൻ പറയാം. അതായത് ഞങ്ങളുടെ പള്ളിയിലെല്ലാം ഉള്ളത് പഴയ നിയമത്തിലെ അക്ഷേരയുടെ പിന്തുടർച്ചയായിട്ടുള്ള പരിശുദ്ധ കന്യാമറിയമാണ്. പരിശുദ്ധ കന്യാമരത്തിൽ ഗ്രോട്ടോസ് ആണ് ഞങ്ങൾക്കുള്ളത്. മനസ്സിലായി. അശേര സമ്മതിച്ചല്ലോ ഇപ്പോഴെങ്കിലും അശേര അല്ലേ? അയ്യോ, ഇത് ഞാൻ നേരത്തെ സമ്മതിക്കുന്നു. ഇവിടെ അറിയത്തില്ല, ഇത് ഇവർക്ക് ഇവിടെ ഞാനിത് സമ്മതിച്ചിട്ടുള്ള കാര്യമാന്ന്. ഇവിടെയുള്ള കത്തോലിക്കർക്കാണ് ഇത് സമ്മതിക്കാൻ പാട്. ഇവിടെ ബാക്കിയുള്ള കത്തോലിക്ക നാമധാരികൾക്ക് സംബന്ധിച്ച് അവർക്ക് അറിയത്തില്ല. ഇതിന്റെ വോയിസ് ക്ലിപ്പ് ഒന്ന് എടുത്തു വെച്ചേക്കണേ. അക്ഷരയാണ് യേശുവിനെ പ്രസവിച്ചത്. ഈ ചോദ്യത്തിന്റെ ക്രെഡിറ്റ് മാറ്റച്ചായന് മാത്രം കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്റെ പൊന്നടാവ്, മാറ്റച്ചാനൊന്നുമല്ല. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ ഈ മാറ്റച്ചാൻ ഇല്ലാതെ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമായത്. ഞങ്ങൾ ഗ്രോട്ടോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളെ യഹോവ തൊടത്തില്ല. ഞങ്ങളെ യഹോവ തൊടത്തില്ലാത്തതിന്റെ കാരണം എന്താ? ഞങ്ങൾക്ക് ഈ പറയുന്ന ക്രിസ്തുവിനെതിരായിട്ടുള്ള യഹോവ ഞങ്ങളെ തൊടത്തില്ലാത്തതിന്റെ കാര്യം, ഞങ്ങൾ പഴയ നിയമത്തിൽ അക്ഷേരയുടെ ബാഹ്യരൂപമായിട്ടുള്ള ഗ്രോട്ടോകൾ ആ ഒരു നിലയ്ക്കാണ് ഞങ്ങൾ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പരിശുദ്ധ കന്യാമറിയം സഭയുടെ രക്ഷക, സഭയുടെ മാതാവ് എന്ന നിലയ്ക്ക് അംഗീകരിച്ചിട്ടുണ്ട്. ഈ യഹോവയുടെ തല തകർത്ത ആരാണ്? പരിശുദ്ധ കന്യാമറിയമാണ്. ഒരു മിനിറ്റ് ജിജി ബ്രദർ, ഒറ്റ മിനിറ്റ്. താഴെ ഒരു ജോയ് പി സി കറ കളഞ്ഞ കത്തോലിക്കനാണ്. ജോയ് പി സി പറയാണ് പുതിയ അറിവ് എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ യേശു ക്രിസ്തു വന്നത് അക്ഷേരയുടെ ലൈനിലാണോ? കാരണം യേശു ക്രിസ്തു അക്ഷേരയുടെ അപ്പം ഓക്കെ വെയിറ്റ്. അപ്പൊ പഴയ നിയമത്തിലെ അക്ഷേര എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് എതിരായിട്ടുള്ള ഒരു സംഭവമാണ്. അത് പഴയ നിയമത്തിലെ പഴയ നിയമത്തിലെ ദൈവം ഇസ്രായേലിനെ അക്ഷേരയ്ക്ക് എതിരായിരുന്നു. അത് യഹോവാനികളായിട്ടുള്ള ആൾക്കാരല്ലേ, യഹോവയുടെ ഭക്തന്മാര്. അവര് തന്ത്രപൂർവ്വം വളച്ചൊടിച്ച കാര്യമാ. ഏത് അക്ഷേര ബിംബങ്ങൾ തകർത്ത് കളഞ്ഞു. അക്ഷേരയുടെ പഴയ നിയമത്തിലെ ദൈവം യഹോവയെ മാറ്റി നിർത്തിക്കോ? ഇവിടെ ശരിക്കും പറഞ്ഞ ആടിനെ കൊല്ലുമ്പോ എന്റെ ഉപദേശി അത് പുള്ളിക്ക് രണ്ടാമത്തെ ചോദ്യം ഉണ്ട്, അവിടെ പറയട്ടെ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് വേറെ വഴിക്ക് കൊണ്ടുപോണ്ട. ഇപ്പൊ നമുക്ക് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് അത് ചെയ്യല്ലേ, ഒരു ഉത്തരം കിട്ടിയാൽ അത് ഞാൻ ചോദ്യത്തിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ എന്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അക്ഷേര പ്രതിഷ്ഠകളാണ് നമ്മുടെ കാത്തലിക് ചർച്ചിൽ അമ്മയായി ഇപ്പോൾ ഇരിക്കുന്നത്. ആ അക്ഷേര പ്രതിഷ്ഠകളെയാണ് നിങ്ങൾ മാതാവായി പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്നത് എന്നുള്ളത് സാജൻ കൺഫേം ചെയ്തു. ഞാനും അത് അംഗീകരിക്കുന്നു, നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. നാളെ മുതൽ ഇതിന് ഡിസംബർ പിന്താങ്ങേണ്ട ആവശ്യമുണ്ടോ? അതോ എന്തിനാണ് ഡിസംബറിന്റെ കാര്യം? അയാളുടെ കാര്യം നിങ്ങൾ ഞാൻ എന്ത് പറയാനാണ്? അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാനും അംഗീകരിച്ചു, നമ്മളെല്ലാവരും അംഗീകരിച്ചു. നാളെ മുതൽ ഇനി പരിശുദ്ധ മാതാവിനെ നിങ്ങൾ കുമ്പിടുമ്പോൾ അക്ഷേര പ്രതിഷ്ഠയാണ് നിങ്ങൾ കുമ്പിടുന്നത് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം. അത് നമ്മൾ ഇവരുടെ യേശു അക്ഷരയുടെ മകനല്ലേ? അടുത്ത ചോദ്യം ഒരു കാര്യം. അപ്പൊ 5 ബ്രദർ ഈസ് വിൻഡിക്കേറ്റഡ്. എക്സാക്ട്ലി. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ 5നോട് ഈ കാര്യം പറഞ്ഞ് കയറി പറയാനായിട്ട് പോയിട്ടുണ്ട്. അന്നേരം എന്നെ തെറി പറഞ്ഞ് ഓടിക്കോ, ഞാൻ എന്തോ ചെയ്യാനാ? അപ്പൊ റൂമിന്റെ